ഞാൻ ഇവിടെ മഞ്ഞക്കറി എന്നൊക്കെ പറഞ്ഞ സാധനം പായസമായിരുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ അമളി പറ്റി ഇരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്വന്തം സീന. നമ്മളിപ്പോൾ ഒരു പുതിയ യാത്ര തുടങ്ങിയിട്ടാണ് കേട്ടോ. നമ്മൾ സൗത്ത് ഒക്കെ വിട്ടുപിടിക്കാൻ പോവാണ്. നേരെ നോർത്തിലേക്ക് പോവാണ്. നോർത്തില് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു 10 ദിവസത്തെ ട്രിപ്പാണ്. അവിടെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ സിറ്റി ഓഫ് ഗേറ്റ്സ് എന്ന് പറയുന്ന ഔറംഗാബാദ് ആണ് വിസിറ്റ് ചെയ്യുന്നത്. ഔറംഗാബാദും പിന്നെ അതുപോലെ തന്നെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം 10 ദിവസത്തെ ട്രിപ്പാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന. മൊത്തം 5 ദിവസത്തെ ട്രിപ്പ് ഒക്കെ എങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ 10 ദിവസത്തെ ട്രിപ്പാണ്. അതിന് എക്സൈറ്റഡ് ആണ്. പിന്നെ നമ്മൾ ഫുൾ അടിച്ചു പൊളിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഒക്കെ എടുക്കാം. ലെറ്റ്സ് ഗോ. Bye guys. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭവാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി നിൽക്കുകയാണ്. അതിൻ്റെ പുറകിലാണ് കേട്ടോ കാണുന്നത്, ഹൈവേ ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഭവാനിപ്പുഴ കണ്ടു. ഭവാനിപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ കാവേരി തമിഴ്നാട്ടിലെത്തുമ്പോൾ കിട്ടുന്നൊരു പേരാണ്, അല്ലെ ഉള്ള പേര്. തമിഴ്നാട്ടുകാർ വിളിക്കുന്ന, കാവേരിയുടെ തമിഴ്നാട്ടുകാർ വിളിക്കുന്ന പേരാണ് ഭവാനി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഭവാനിപ്പുഴ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി. ഇപ്പോൾ പാലത്തിൻ്റെ അങ്ങോട്ട് നടന്ന് കയറിയേക്കാണ്. ഇതിൻ്റെ ബാക്കിൽ ഇതാ അമ്മയുണ്ട്. ഇതാണ് പുഴ. ആ മല നോക്ക്, നല്ല രസമല്ലേ മല കാണാനായിട്ട്. സോ നമ്മളിതാ ഭവാനി പുഴയൊക്കെ കണ്ടിട്ട് കുറച്ചും കൂടെയും പോയിക്കൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ അന്വേഷിച്ചിരിക്കുകയാണ്. നല്ല വിശക്കുന്നുണ്ട്. 12:30 ആയിട്ടോ സമയം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അങ്ങനെ ഹോട്ടലൊന്നും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒക്കെ എല്ലാം യൂട്ടേൺ എടുത്ത് പുറകോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വഴിക്ക് ഏതെങ്കിലും ഹോട്ടലുണ്ടോ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് നോക്കുകയാണ് നമ്മളിപ്പം. പക്ഷെ എല്ലാം വിജനമായിട്ടുള്ളൊരു വഴിയല്ലേ ഇത്, അല്ലേ? ഹോട്ടലൊക്കെ കാണുന്ന ഒന്നുമില്ല. അപ്പം എന്താ ചെയ്യുക? വെജിറ്റേറിയൻ ഉണ്ട്, പക്ഷെ എനിക്ക് നോൺ വെജ്. എനിക്ക് രാവിലെ വെജിറ്റേറിയൻ കുഴപ്പമില്ല, പക്ഷെ ഉച്ചയ്ക്ക് എന്തെങ്കിലും നോൺ വെജ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നോൺ വെജ് റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. 2 വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോൺ വെജ് വേണം എന്നുള്ളത് ഇതുകൊണ്ട് അത് രണ്ടും സ്കിപ്പ് ചെയ്തു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ പോകുന്നത് കോയമ്പത്തൂർ സേലം റൂട്ടിലാണ്. നമ്മൾ നേരത്തെ ചെന്നൈ ഒക്കെ പോയത് ഈ ഒരു വഴിക്കടെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മിക്കവാറും എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വഴിയൊക്കെ കണ്ടിട്ടുണ്ടാവും. അതാട്ടോ ഞാൻ കൂടുതൽ എടുക്കാതിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഹോട്ടലിൽ തപ്പി എന്തെങ്കിലും ഫുഡ് അടിക്കാം. നമ്മളങ്ങനെ കുറച്ചും കൂടെ പോന്നപ്പം ഒരു ഹോട്ടൽ കണ്ടു. ഹോട്ടൽ എന്ന് പറയുമ്പോൾ ധാബയാണ്. അപ്പോൾ അവിടെ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു. പെട്രോൾ പമ്പിൻ്റെ തൊട്ട് പുറകിലാട്ടോ ഈ ഒരു ധാബ വരുന്നത്. നല്ല വ്യൂ ആണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന്. ഞങ്ങൾ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. സോ ബിരിയാണിയുടെ കൂടെ എന്ത് ചിക്കൻ ബിരിയാണിയാണ്, പിന്നെ മുട്ട ഉണ്ട്, പിന്നെ ഇതെന്തുവാ, ഇതെന്തൊക്കെയാ?
അച്ചാറ് സർലാസ് ഓക്കെ. ആ മഞ്ഞക്കറി എന്തുവാ കണ്ടോ? ഇതൊരു പുതിയ സാധനമാണ്. ഞാൻ തമിഴ്നാട്ടിലൊക്കെ കുറേ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു കറി കണ്ടിട്ടില്ല. എന്തായാലും ടേസ്റ്റ് ചെയ്തോക്കാം. ഞാൻ ഇവിടെ മഞ്ഞക്കറി എന്നൊക്കെ പറഞ്ഞ സാധനം പായസമായിരുന്നു. ഇപ്പം അത് ഞങ്ങളെടുത്ത് ഒഴിച്ച് കഴിച്ചതിന് ബിരിയാണിയുടെ ഒപ്പം ഞാൻ ലെഗ് പീസൊക്കെ ഉണ്ട് കേട്ടോ. കഴിക്കട്ടെ കേട്ടോ. സോ നമ്മളിതാ ഭക്ഷണം കഴിച്ചു. നല്ല ഫുഡായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ എന്താണ് ഒരു പായസമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളതാണെങ്കിൽ എന്തായിട്ട് മഞ്ഞക്കറി എന്തെങ്കിലും ഒരു കറി ആയിരിക്കുന്നതാണ് വിചാരിച്ചത്. അപ്പൊ എന്തായാലും ഞങ്ങള് അപ്പൊ തന്നെ സംശയം തോന്നിയപ്പോ തന്നെ ചോദിച്ചു കേട്ടോ അവിടുത്തെ ചേട്ടനോട്. അപ്പൊ ചേട്ടൻ പറഞ്ഞു പായസവാട് എന്ന് പറഞ്ഞു. അല്ലാത്തേക്ക് ഞങ്ങളിതാ ഒടിച്ചാടി ആ സാധനം എടുത്ത് ബിരിയാണിയുടെ കൂടെ കൂട്ടിക്കുഴച്ച് കഴിച്ചേനെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉള്ളതാ. ഞങ്ങള് ഹോട്ടൽ നോക്കി നടക്കുമ്പോ ഒരെണ്ണം കാണത്തില്ല, കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരെണ്ണം കിട്ടുന്നത്. പക്ഷെ കഴിച്ച ഉടനെ പിന്നെ ഫുള്ള് ഹോട്ടലായിരിക്കും. രണ്ടു മൂന്നെണ്ണം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ ലക്ക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നല്ല അതെ, പുതിയത് കഴിക്കാൻ പറ്റി, പുതിയ രുചി കണ്ടെത്താൻ പറ്റി. അവിടുത്തെ ആൾക്കാരൊക്കെ നല്ലതായിരുന്നു, സർവീസ് നല്ലതായിരുന്നു, സീനറി പാർക്കിംഗ് സൗകര്യം ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട് അല്ലെ. ഇതെല്ലാം കൊണ്ട് നല്ലതാണ്. സ്നാക്സ് പിന്നെ അങ്ങനെയുള്ള കുറെ കടകള് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ശങ്കരി എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്ത് തന്നെയാണ്. ശങ്കരി ഏകദേശം സേലത്തിന് 40 കിലോമീറ്റർ ഇപ്പുറം, അവിനാശിക്ക് ശേഷം. അതായത് നമ്മള് കോയമ്പത്തൂര് സേലം പോകുന്ന റൂട്ടില് ഭവാനി കഴിഞ്ഞ് 40 കിലോമീറ്ററിന് ശേഷമുള്ള ശങ്കരി എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്താണ് ഈ സ്ഥലം. അതേ ഹോട്ടല് പുതിയ വേറെ എന്താ ലൊക്കേഷൻ നന്നായി. നമ്മള് കഴിച്ചത് നന്നായി. ഓക്കെ. അപ്പൊ നോൺ വെജ് കിട്ടും എന്നുള്ളതല്ലേ, നോൺ വെജ് വേണം എന്നുള്ളൊരു കാര്യം അതെന്തായാലും നടക്കും അല്ലെ. അപ്പൊ ബിരിയാണി മാത്രമേ ബിരിയാണി ഊണും ഉണ്ട്. നോൺ വെജും വെജും ഉണ്ടാവുമായിരിക്കും. നമ്മളതിനകത്തേക്കൊന്നും ശ്രദ്ധിച്ചില്ല. ബിരിയാണി കേട്ടോടെ തന്നെ ചാടി കൊടുക്കും. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യാം. രസല്ലേ സ്കൈ കാണാനായിട്ട്? നല്ല തെളിഞ്ഞ സ്കൈ കേട്ടോ. യാത്ര തീരുന്നവരെ ഇതുപോലെ അങ്ങ് നിന്നാ മതിയായിരുന്നു. മങ്ങിയല്ല എടുക്കുന്നത്, ചെറുതായിട്ടല്ലേ ഉള്ളൂ. എങ്ങോട്ട്? ഇപ്പൊ തെളിഞ്ഞില്ലേ? ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റിലേക്ക് ബാംഗ്ലൂർ. ഓക്കെ. നേരെ പോയിട്ടുണ്ടെങ്കിൽ നാമക്കൽ. അങ്ങോട്ടാണെങ്കിൽ മറ്റേ കന്യാകുമാരി ശ്രീനഗർ റൈറ്റ് ആണെങ്കിൽ അല്ലേ? ഇത് നമ്മള് റൗണ്ടിലേക്കാണ് ചെല്ലുന്നത്. ഇത് റൗണ്ട് ആണോ അതോ? ഓക്കെ. കന്യാകുമാരി ഉണ്ടോ അവിടെ? അതാ മറ്റേ റോഡാ നീ? ആ റോഡല്ലേ അത്? കന്യാകുമാരി ഏത് ആ റോഡ്? ജമ്മു കാശ്മീർ റോഡില്ലേ മറ്റേ ശ്രീനഗർ. ഇവിടെ വരുമ്പോ രണ്ടായിട്ട് തിരിയും. നമ്മൾ അന്ന് വന്നപ്പോ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താണ്. കൃഷ്ണഗിരി, ഒസൂർ എല്ലാം നേരെ. ഓക്കെ. ഇപ്പൊ നമ്മള് ബാംഗ്ലൂർക്കുള്ള റൂട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ആ റൗണ്ടിൽ നിന്ന് നേരെ പോണോ? ആ റൗണ്ട് അതായത് അവിടെ നിന്ന് വരുമ്പോ ലെഫ്റ്റ് ഒരു ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്, അതിലേ ഇറങ്ങുന്നില്ല.
നമ്മൾ അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഹൊസൂർ എത്തിയിട്ടോ. ഹൊസൂരിൽ ഇവിടെ TTDCയിൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. നല്ല ആംബിയൻസ് അല്ലേ, ഒന്ന് നോക്കി നോക്ക്, നല്ല രസമുണ്ട്. അമ്മയ്ക്കും അച്ഛയ്ക്കൊക്കെ നല്ല ഇഷ്ടമായി. നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഇതാ നമ്മുടെ വണ്ടി, നല്ല രസമുണ്ട്. നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. TTDC എന്തായാലും അടിപൊളിയായിട്ട് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റൂമൊക്കെ നോക്കാം എങ്ങനെയാണ് എന്ന്. അപ്പോൾ നമ്മൾ നേരെ ഔറംഗാബാദിൽ പോകാന്ന് പറയുന്നത്, ഡ്രൈവ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ 2 ദിവസമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഹൊസൂർ, ബാംഗ്ലൂർ അടുത്തുള്ള സ്ഥലമാണ് ഹൊസൂർ. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ബീജാപൂർക്ക് പോകും. അവിടെ നിന്ന് പിറ്റേ ദിവസമാണ് ഔറംഗാബാദിന് പോകണം. ബീജാപൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന ഔറംഗാബാദിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാം. എങ്ങനെയാണ് റൂം കാര്യങ്ങളെന്നൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മുടെ റൂം വരുന്നത്. നമുക്ക് കയറി നോക്കാം എങ്ങനെയുണ്ട് റൂമിന്. അപ്പതേ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്കിതാ ചെറിയൊരു ഫ്രണ്ടിൽ സ്പേസ് വരുന്നുണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ട്. പിന്നെ റൂം ഇതാണ് റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു സ്പേസ് ഉണ്ട് നമുക്ക്. ഇവിടെ വാഷ്റൂം, പിന്നെ ഇവിടെ ഡ്രസ്സിങ് ഏരിയയും അതുപോലെ തന്നെ വാഷിംഗ് ബേസിനൊക്കെ ആയിട്ട് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പ്ലേസ് അല്ലേ. അപ്പോൾ ഈ ഒരു റൂമിൽ വരുന്നത് 2900 ഞങ്ങൾക്ക് 3 പേർക്കൊണ്ടും കൂടി ഒരു നൈറ്റിന് വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പം അറിയാൻ കുറച്ച് കത്തിയാണല്ലേ, കുറച്ച് കൂടുതലാണെന്ന് അറിയാം. ബട്ട് പാർക്കിംഗ് സൗകര്യം അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിയയ്ക്കൊരു സ്പേസ്, കിയയ്ക്കൊരു സേഫായിട്ട് കിടക്കാൻ പറ്റിയൊരു സ്പേസ് വേണമെന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. കിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാറാട്ടോ, വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ കിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാറാണ്. അപ്പോൾ ആ കിയ സേഫായിട്ടിരിക്കുക, പാർക്കിംഗ് സൗകര്യം ഉള്ളൊരു ഹോട്ടൽ, അത് ഞങ്ങൾക്ക് ഭയങ്കര മസ്റ്റാണ്. അപ്പോൾ ആ കാര്യത്തിൽ TTDC നല്ല ഇതാണ് തരുന്നത്. പിന്നെ റൂം അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഈ പറയുന്ന എന്താ വൺ നൈറ്റിന് ഇത്ര രൂപയാവുന്നുണ്ട്. അതുപോലെ നമ്മൾ രാവിലെ എണീറ്റിട്ട് നേരെ ബാംഗ്ലൂർ വഴി ബീജാപൂരിന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ടാണ് ഈ ഹൊസൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് സൗകര്യമാണ്. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി ഞങ്ങൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചായ വന്നിട്ടുണ്ട്, നമുക്ക് ചായ കുടിക്കാം. ചായ എവിടെ? ചായ അമ്മ എടുക്കുന്നില്ലേ? കൊള്ളൂല? അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടും മസാല ചായ. എനിക്ക് ഇഷ്ടപ്പെടുന്നുള്ള ഒരു ഉറപ്പായി. இப்படியே அங்கே வீடு இருக்கும், வீடுக்கு லைனாக இருக்கும், ஒரு ஹாஸ்பிட்டல் இருக்கும், அதே ரோட்டில் அப்படியே போனீங்கன்னா ஒரு சந்து போகும் உள்ள அங்கே. അപ്പോൾ അതാ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പം അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങൾക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ ജംഗ്ഷനിലേക്കോ അല്ലെങ്കിൽ ടൗണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാം. ഏതൊക്കെയോ വഴി കൂടെ അപ്പം നമ്മൾ നയിക്കുന്നുണ്ട്. ഇത് ഒരു ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുമെന്നാണ് അപ്പയുടെ ഗൂഗിൾ മാപ്പ് അപ്പയോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. പക്ഷെ നല്ല രസമുള്ള വഴിയുന്നൊക്കെ. ഇവിടെ ഇതൊക്കെ കോട്ടേജ് ഇതാണോ, ഹോട്ടൽസ് ആണോ അല്ല റൂംസ് അല്ലേ? വീടുകളാണ്, റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇപ്പോഴാണ് നോക്കുന്നത്. അവസാനം ഇത് കറങ്ങിത്തിരിഞ്ഞ് ആട് വഴി ആവാതിരുന്നാൽ മതി. വെക്കോ നയിക്കൂ ഞങ്ങളെ. റോഡ് നല്ലോണം ഇടുങ്ങിയിരിക്കുന്നു. അമ്മയ്ക്ക് പേടിയുണ്ടോ? അമ്മ കറങ്ങി തിരിഞ്ഞ് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയേക്കുന്നു. സോ
അതാ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. നല്ല വലിയ ടെമ്പിളാണ്. സോ നമ്മളിതാ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചെത്തി ഹോട്ടലിൽ. ഷോപ്പിംഗ് എന്ന് പറയാനൊന്നുമല്ല, ജസ്റ്റ് സൺസ്ക്രീനും കുറച്ച് മെഡിസിൻസും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മേടിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ മെഡിക്കൽ ഷോപ്പിൽ നിന്നപ്പം ഒരു ശിവ ടെമ്പിൾ കണ്ടു കേട്ടോ. നല്ല വലിയ സ്ട്രക്ചേർഡ് ആയിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ അത് ഏതാണെന്ന് സെർച്ച് ചെയ്ത് പോയപ്പം അശോക പില്ലറുണ്ടെന്ന് കണ്ട് ലൈക്ക് സെർച്ച് ചെയ്തപ്പോൾ കണ്ടേ. അപ്പോൾ അതിനകത്ത് ഗൂഗിളിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് നല്ല എന്താ പറയുക, നല്ല രസമായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചോണ്ട് അതിൽ പോകാമെന്ന്, അങ്ങോട്ടൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓട്ടോറിക്ഷയെ കുറിച്ച് അങ്ങോട്ട് പോയപ്പോണ്ടാ ഒരു സ്റ്റാച്ചു പോലത്തെ ഒരു കുഞ്ഞു കാര്യമാണ്. പക്ഷെ അതല്ല ഗൂഗിളിൽ ഫോട്ടോയിൽ കാണിച്ചേക്കുന്നത്. അങ്ങനെയായിരുന്നു കാണിച്ചേക്കുന്നത്, നമ്മളൊരിക്കലും അങ്ങോട്ട് പോകത്തില്ലായിരുന്നു. എന്നിട്ട് ഇത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ട് ഞങ്ങളിത് തിരിച്ചു വന്നേക്കാണ്. ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ 2 കിലോമീറ്റർ ഓടിച്ചതിന് 250 രൂപ മേടിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അമളി പറ്റി ഇരിക്കുകയാണ്. അതായത് ഹോട്ടലിൽ നല്ല ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഇടിച്ച് ഹോട്ടലിൽ നല്ല ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി. ഇനി നമുക്ക് ഫ്രഷപ്പ് ആവണം, ശേഷം ഭക്ഷണം കഴിക്കണം, നല്ലോണം ഉറങ്ങണം. നാളെ രാവിലെ എണീറ്റ് പോകാനുള്ളതാണ്. ഇതാ നമ്മൾ കുറേ നേരം ഒരു 8 മണിയൊക്കെ ആയിട്ടോ. ഇപ്പം ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ TTDCയുടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെയാണ് നമ്മൾ പോകുന്നത്. അത് പോയി ഫുഡ് കഴിക്കാം. ഞങ്ങളിതാ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ഫുൽക്ക ചപ്പാത്തിയും, അതായത് ഓയിലില്ലാത്ത ചപ്പാത്തിയും, പിന്നെ കറിയുണ്ട്. ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ ചപ്പാത്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങളെന്നാൽ കഴിച്ചു തുടങ്ങട്ടെ. ഫുഡ് കഴിച്ചു കിട്ടും. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. നല്ല ഫുഡായിരുന്നു. പക്ഷെ കുറച്ച് കത്തിയാണെന്ന് ചോദിച്ചാൽ കത്തിയാണ്. പിന്നെ നമുക്ക് അത്ര ദൂരം നടന്നിങ്ങി പോകണ്ടല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫ്രഷ്നപ്പായിട്ട് കിടക്കാൻ പോകണം. നാളെ 5 മണിക്ക് എണീറ്റിട്ട് നമുക്ക് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകാൻ പാകത്തിന് തയ്യാറാവണം. അപ്പോൾ നമുക്ക് നേരത്തെ കിടക്കാം. സോ ഞാനിവിടെ വെച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വന്നേക്ക്. ബൈ, സീ യു.